ഹലോ ഗൈസ്, അപ്പം ഞാൻ 2 ദിവസമായിട്ട് സംസാരിക്കണമെന്ന് വിചാരിച്ചൊരു ടോപ്പിക്കാണ് ഗൈസ്. എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ ദിവസം നമ്മുടെ ആദിലയും നൂറയായിട്ട് അനുമോള് വഴക്കുണ്ടാക്കിയ സമയത്ത് അനുമോള് പ്രത്യേക ഒരു സ്ഥലത്ത് പോയി, എപ്പോഴും ഇരിക്കുന്ന ഒരു കോർണർ സോഫയിൽ പോയി നമ്മുടെ അനീഷ് ചേട്ടനുമായിട്ട് സംസാരിക്കുകയുണ്ടായി. അപ്പം അനീഷ് ചേട്ടനോട് നമ്മുടെ അനുമോള് പറയുന്നുണ്ട്, എന്താ പി ആർ ഇത് വെച്ച് ഞാൻ ഒത്തിരി കേൾക്കാൻ തുടങ്ങിയിട്ട് എല്ലാവർക്കും പി ആർ ഉണ്ട്, അനീഷ് ചേട്ടൻ ഒഴികെ എല്ലാവർക്കും പി ആർ ഉണ്ട്. ശരിക്കും ആ ഒരു സംസാരത്തിൽ നമ്മുടെ അനുമോള് പി ആറിനെ കുറിച്ച് സമ്മതിച്ചു, ആൾക്ക് പി ആർ ഉണ്ടെന്ന് സമ്മതിച്ച പോലെയാണ് ആ ഒരു സംസാരത്തിൽ നിന്ന് എനിക്ക് തോന്നിയത്. കാരണം ലൈവിൽ അതിൻ്റെ കമൻറ്റ് സെക്ഷൻ നോക്കിയപ്പോഴും ഒരുപാട് പേർക്കും അങ്ങനെ തന്നെയാണ് തോന്നിയത്. നമ്മുടെ അനുമോള് ആ ഒരു സംസാരത്തിൽ പി ആർ ഉണ്ടെന്ന് സമ്മതിക്കുകയുണ്ടായി. ശരിക്കും പി ആർ ഉള്ളത് കൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമ്മുടെ ബിഗ് ബോസ് ഹൗസിൽ ഇത്രയും ആൾക്കാർ വിശ്വസിച്ച് കാണുന്ന ഒരു ബിഗ് ബോസ് ഹൗസിൽ ശരിക്കും അർഹതയുള്ളവർ ജയിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതായത് അനുമോള് അവിടെ കോണ്ടന്റ് കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ, ശരിക്കും പറഞ്ഞാൽ എല്ലാവരും അനുമോളുടെ പുറകെ നടന്ന് പിരികേറ്റി കൊടുത്തത് കൊണ്ടാണ് അനുമോൾക്ക് അവിടെ കൂടുതലും കോണ്ടന്റ് ഉണ്ടായിട്ടുള്ളത്. ശരിക്കും എനിക്ക് എൻ്റെ ഒരു പേഴ്സണൽ ആഗ്രഹം വെച്ചിട്ട് ടോപ്പ് 5 ഒരാൾ വന്നിട്ടുണ്ട്, നമ്മുടെ നൂറ വന്നിട്ടുണ്ട്. ടാസ്കൊക്കെ അടിപൊളിയായിട്ട് പെർഫോം ചെയ്തതുകൊണ്ട്. അപ്പോൾ ടോപ്പ് 4 ആര് വരണം എന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ആഗ്രഹിക്കുക നമ്മുടെ അനീഷ് ചേട്ടൻ എന്തായാലും ഉണ്ടായിരിക്കണം. അനീഷ് ചേട്ടൻ, നെവിൻ ഒരു 100 days നെവിൻ നിൽക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നതിന് കാരണം, നെവിൻ അവിടെ ഉണ്ടായിരിക്കണം എന്ന് ഞാൻ ആഗ്രഹിച്ചത്. നെവിൻ ഇല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഒരു എൻജോയ്മെൻറ്റോ ഒരു എൻ്റർടൈൻമെൻറ്റ് പോലും അവിടെ ഉണ്ടായിരിക്കത്തില്ല. അപ്പോൾ ടോപ്പ് 4 നമ്മുടെ അനീഷ് ചേട്ടനും നൂറായും എന്തായാലും ഉണ്ടായിരിക്കും. അതിനകത്തേക്ക് ഇനിയും ഞാൻ വരാൻ ആഗ്രഹിക്കുന്നത്, അനുമോൾ എന്തായാലും ഒരു 98-99 days നിൽക്കും. അനുമോള്, അക്ബർ, ഇത്രയും പേരെന്തായാലും ടോപ്പ് 5 വരട്ടെ.